നമസ്കാരം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് നമ്മുടെ LGSന് ആവശ്യമായിട്ടുള്ള SCRT ചാപ്റ്റർ ആയിട്ടുള്ള നമ്മുടെ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററാണ് ഇന്ത്യ പുതുയുഗത്തിലേക്ക് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ നമുക്ക്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ്? സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാ? ഓപ്ഷൻ സി ആണ് വില്യം ബെൻഡിക് കേട്ടോ. വില്യം ബെൻഡിക് ആണ് സതി നിരോധിച്ച ഗവർണർ ജനറൽ. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഓപ്ഷൻ ഡി ആണ് രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യം: ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചതാര? രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ. രാജാറാം മോഹൻ റോയ് ആണ് ബ്രഹ്മസമാജം എന്ന സംഘടന സ്ഥാപിച്ചത്. നാലാമത്തെ ചോദ്യം: 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകൻ ആരാണ്? 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച നവോത്ഥാന നായകനാണ് ഓപ്ഷൻ സി ജ്യോതിറാവു ഫുലെ ആണ്. അഞ്ചാമത്തെ ചോദ്യം: ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാരാണ്? ജാതി വ്യവസ്ഥയെയും വിഗ്രഹാരാധനയെയും എതിർത്ത നവോത്ഥാന നായകൻ ഓപ്ഷൻ ബി ആണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ആറാമത്തെ ചോദ്യം: വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തതാരാണ്? വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത് ഓപ്ഷൻ ബി ആണ് ദയാനന്ദ സരസ്വതിയാണ്. ഏഴാമത്തെ ചോദ്യം: സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടന ഏതാണ്? സ്വാമി ദയാനന്ദ സരസ്വതി രൂപീകരിച്ച സംഘടന ഏതാ? ഓപ്ഷൻ ഡി ആണ് ആര്യ സമാജമാണ്. എട്ടാമത്തെ ചോദ്യം: മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാരാണ്? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് ഓപ്ഷൻ ഡി ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അല്ലെ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചതാരാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. ഇനി ഒൻപതാമത്തെ ചോദ്യം: ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് ആര്? ഓപ്ഷൻ ബി ആണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. പത്താമത്തെ ചോദ്യം: സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരായിരുന്നു? ഓപ്ഷൻ സി ആണ് പണ്ഡിറ്റ് രമാബായി ആണ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചതാരാ? പണ്ഡിറ്റ് രമാബായി ആണ്. 11 ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാ? ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാ? ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയ് ആണ്. 12 സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? സത്യശോധക് സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ജ്യോതിറാവു ഫുലെ ആണ്. 13 രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചതാരാണ്? രാമകൃഷ്ണ മിഷൻ എന്ന സംഘടന സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ആണ് വിവേകാനന്ദൻ ആണ്. ഓപ്ഷൻ ബി വിവേകാനന്ദനാണ്, സ്വാമി വിവേകാനന്ദൻ. 14 ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചതാരാണ്? ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആണല്ലേ. ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ആണ്. ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന കൃതി രചിച്ചതാരാ? ജവഹർലാൽ നെഹ്റു ആണ്. 15ാമത്തെ ചോദ്യം: INC രൂപീകൃതമായ വർഷം ഏതാണ്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം എന്ന 1885 ഡിസംബർ 28 1885 ഡിസംബർ 28 ഏത് രൂപീകൃതമാകുന്നത്? INC രൂപീകൃതമാകുന്നത്. 16ാമത്തെ ചോദ്യം: INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം എത്രയാണ്? INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ഓപ്ഷൻ എ ആണ് 72 പേരാണ് അല്ലെ. 72 പേരാണ് ഒന്നാമത്തെ INCയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 17 INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരാണ്? INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാരായിരുന്നു? ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. ഓപ്ഷൻ സി ആണ് ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. ഇനി ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാണ്? ബംഗാൾ വിഭജനം നടന്ന വർഷം 1905 ബംഗാൾ വിഭജനം നടന്ന വർഷം ഏതാ? 1905 ഇനി ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്?
ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയാണ്? ഓപ്ഷൻ ബി ആണ് കഴ്സൺ പ്രഭു അല്ലെ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാ? കഴ്സൺ പ്രഭു ആണ്. 20 കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ആരാണ്? കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകനാണ് കോൺഗ്രസിലെ തീവ്രവാദി വിഭാഗത്തിന്റെ നേതാവ് എന്നറിയപ്പെടുന്നത്. 21 ലോകമാന്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകനാണ് എന്ത് പേരിൽ അറിയപ്പെട്ടത്? ലോകമാന്യ എന്ന് അറിയപ്പെട്ടത്. 22ാമത്തെ ചോദ്യം, സ്കൂളുകളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് രേഖപ്പെടുത്താനായിട്ട് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ്? സ്കൂളിലെ ഓരോ കുട്ടിയെയും സംബന്ധിക്കുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ചിട്ട് രേഖപ്പെടുത്താനായിട്ട് നടപ്പാക്കുന്ന പദ്ധതി ഏതാ? ഓപ്ഷൻ ഡി ആണ് സമ്പൂർണ്ണ സമ്പൂർണ്ണയാണ്. 23ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ആരുടെ വാക്കുകളാണ്? സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ബാലഗംഗാധര തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകനാണ്. 24 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ബ്രിട്ടീഷ് വൈസ്രോയി ആരാ? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്നു. ഓപ്ഷൻ എ ആണ് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത ബ്രിട്ടീഷ് വൈസ്രോയി ആണ് ആര്? ഹാർഡിഞ്ച് സെക്കൻഡ്. 25 കോൺഗ്രസിലെ സൂറത്ത് പിളർപ്പ് നടന്നത് ഏത് വർഷമാണ്? കോൺഗ്രസിലെ സൂറത്ത് പിളർപ്പ് നടന്നത് ഏത് വർഷമാണ്? 1907 കോൺഗ്രസിലെ സൂറത്ത് പിളർപ്പ് നടന്ന വർഷം ചോദിച്ചാൽ ഏതാ? 1907 26 മുസ്ലിം ലീഗിന്റെ രൂപീകരണം നടന്നത് എവിടെ വെച്ചാണ്? മുസ്ലിം ലീഗിന്റെ രൂപീകരണം നടന്നത് എവിടെ വെച്ചാ? ധാക്കയിൽ വെച്ചാണ് മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത്. 27 ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷയായിക്കൊണ്ട് 1893 വർഷം ഓർത്തു നോക്കണം. 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരാണ്? ഐറിഷ് വനിത ഇന്ത്യൻ സംസ്കാരത്തിൽ ആകർഷയായിക്കൊണ്ട് 1893 ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ഐറിഷ് വനിത ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ആനി ബസന്റ് ആണ്. 28 അപ്പോൾ ആനി ബസന്റ് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച വർഷം ഓർത്തു നോക്കൂ. 1893 ഫ്രം എവിടുന്നാ വരുന്നത്? ഐറിഷ് വനിതയാണ് ആര്? ആനി ബസന്റ്. 28 ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ആരാണ്? ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് ആനി ബസന്റ് ആണ്. ഹോം റൂൾ പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിച്ചത് ആരാ? ആനി ബസന്റ് ആണ്. 29 മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് ഏത് സമ്മേളനത്തിലാണ്? മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിലാണ്? ഓപ്ഷൻ ഡി ആണ് ലക്നൗ സമ്മേളനത്തിലാണ്. 30ാമത്തെ ചോദ്യം, സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററിന്റെ കൃതി ഏതാണ്? സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററിന്റെ കൃതി ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 1619. രണ്ടാമത്തത് ഏർലി ട്രാവൽസ് ഇൻ വേൾഡ് 1583 1619. ഇതിലേതിലാണ് സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററിന്റെ കൃതി ഏതാ? ഓപ്ഷൻ 1 അതായത് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583 1619 എന്നുള്ളതാട്ടോ. അതായത് 1 മാത്രം. ഇനി 31ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങൾ എന്തൊക്കെയായിരുന്നു ഇന്ത്യയിൽ നിലനിന്ന സാമൂഹിക അനാചാരങ്ങൾ? ഓപ്ഷൻ ബി ആണ് ഇവയെല്ലാം എന്താണ്? ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ്. ഏതൊക്കെയാ? 1 ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം, സതി. ഇതൊക്കെ എന്തായിരുന്നു? നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ്. ഇനി 32ാമത്തെ ചോദ്യം, സതി, ശൈശവ വിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സതി, ശൈശവിവാഹം എന്ന അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാ? ഓപ്ഷൻ സി 1 മാത്രം, അതായത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ്. 33ാമത്തെ ചോദ്യം, സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ എ 3 മാത്രം, അതായത് വില്യം ബെൻഡിക് ആണ്. വില്യം ബെൻഡിക് ആണ്. ഇത്
ഓപ്ഷൻസ് നോക്കണ്ട. വില്യം ബെന്റിക്കാണ് സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. 34 ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? രാജാറാം മോഹൻ റോയ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകൻ അത് ആരായിരുന്നു? ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകന്മാർ തന്നെയാ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അല്ലെ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 37ാമത്തെ ചോദ്യം, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിൽ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞതാരാ? രാജാറാം മോഹൻ റോയ് അല്ലെ. രാജാറാം മോഹൻ റോയ് ആണ്. 38 ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ ദയാനന്ദ സരസ്വതിയാണ്. 39ാമത്തെ ചോദ്യം, വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാണ്? വേദങ്ങളിലേക്ക് മടങ്ങൂ എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാരാ? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. 40ാമത്തെ ചോദ്യം, 12 വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച് സാമൂഹിക പരിഷ്കർത്താവാരാണ്? 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ജ്യോതിറാവു ഫുലെയാണ്. 41 വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാരാണ്? വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ആര്? ജ്യോതിറാവു ഫുലെയാണ്. 42 അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയതാരാണ്? അധസ്ഥിത വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം നൽകിയത് ആരാണ്? ഓപ്ഷൻ 1 മാത്രമാണ്, അതായത് ജ്യോതിറാവു ഫുലെയാണ്. 43 സത്യശോധക സമാജ് എന്ന സംഘടന സ്ഥാപിച്ചത് ആരാ? ജ്യോതിറാവു ഫുലെയാണ്. 44 സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ച ആരായിരുന്നു? പണ്ഡിറ്റ് രമാബായി അല്ലെ. സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് പണ്ഡിറ്റ് രമാബായി ആണ്. 45ാമത്തെ ചോദ്യം, വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ടും പ്രവർത്തിച്ച വ്യക്തി ആരാണ്? വിധവകളുടെ ഉന്നമനത്തിനും സ്ത്രീ വിദ്യാഭ്യാസത്തിനും വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തി ആരായിരുന്നു? 1 മാത്രം, അതായത് പണ്ഡിറ്റ് രമാബായി അല്ലെ. പണ്ഡിറ്റ് രമാബായി ആണ്. 46 ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവാരാണ്? ജാതീയമായ ഉച്ചനീചത്വങ്ങളെ എതിർക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഓപ്ഷൻ 1 അല്ലെ, സ്വാമി വിവേകാനന്ദനാണ്. 47ാമത്തെ ചോദ്യം, സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണ്? സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരായിരുന്നു? സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസർ ആയിരുന്നു അല്ലെ. ശ്രീരാമകൃഷ്ണ പരമഹംസർ. 48 മഹത്തായ 2 വ്യവസ്ഥകളായ ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടവരാണ്? മഹത്തായ 2 വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും അതുപോലെ ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ രാജ്യത്തിന് ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരായിരുന്നു? സ്വാമി വിവേകാനന്ദനാണ്. 49 ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? ഗുരുവിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് വിവേകാനന്ദൻ സ്ഥാപിച്ച സംഘടന ഏതാണ്? രാമകൃഷ്ണ മിഷൻ ആണ്. രാമകൃഷ്ണ മിഷൻ ആണ്. 50ാമത്തെ ചോദ്യം, ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉയർത്താൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഇന്ത്യക്കാരിൽ ദേശീയ ബോധവും ആത്മാഭിമാനവും ഉയർത്താൻ പ്രധാന പങ്കുവഹിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ സ്വാമി വിവേകാനന്ദനാണ്. ഓപ്ഷൻ 1 സ്വാമി വിവേകാനന്ദനാണ്. 51ാമത്തെ ചോദ്യം, സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച കോളേജ് ഏതാണ്? സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച കോളേജ് ഏതാ? മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ആണ്. ഇനി മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? മുസ്ലിങ്ങൾക്കിടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാരാണ്? ആരാ? സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആട്ടോ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ്. 53ാമത്തെ ചോദ്യം, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞതാരാണ്?
ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇന്ത്യയുടെ വായു ശ്വസിച്ചും ഗംഗയുടെയും യമുനയുടെയും ജലം പാനം ചെയ്തും ജീവിക്കുന്നു. നാം രണ്ടും ഇന്ത്യയുടെ മണ്ണിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഭക്ഷിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നാം ഒന്നിച്ചാണ്. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരായിരുന്നു? സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. 54ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സ്ഥലം എവിടെയാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ സ്ഥലം എവിടെയായിരുന്നു? തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെ ആണ്. തേജ്പാൽ സംസ്കൃത കോളേജ് ബോംബെയിലാണ്. 55ാമത്തെ ചോദ്യം, ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജവഹർലാൽ നെഹ്റു ആണ്. 56 ഇന്ത്യക്കാർക്ക് ഇടയിലുണ്ടായ ഉണർവിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാണ്? ഇന്ത്യക്കാർക്കിടയിലുണ്ടായ ഉണർവിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകൾ ഏതൊക്കെയാ? ഒന്ന് മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, അതുപോലെ പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇതൊക്കെ എന്താണ്? ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉണർവിന്റെ ഫലമായിട്ട് രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ്. ഓർത്തു നോക്കുക, മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ, പൂനെ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ. 57ാമത്തെ ചോദ്യം, INCയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? INCയുടെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉമേഷ് ചന്ദ്ര ബാനർജിയാണ്. 58 INCയുടെ യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? INCയുടെ യോഗം വിളിച്ചുകൂട്ടാൻ മുൻകൈയെടുത്ത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ചോദിച്ചാൽ ആരാ? AO ഹ്യൂം ആണ്, അല്ലെ? അലൻ ഒക്ടൈൻ ഹ്യൂം ആണ്. 59 സമരരീതിയുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3 ഘട്ടങ്ങളായിട്ട് വിഭജിക്കാം. അത് ഏതൊക്കെയാണ്? സമരരീതികളുടെ അടിസ്ഥാനത്തിൽ ദേശീയ പ്രസ്ഥാനത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? മിതവാദികളുടെ ദേശീയ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, അതുപോലെ ഗാന്ധിയൻ കാലഘട്ടം. ഈ 3 രീതിയിലാണ് ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ 3ആയിട്ട് വിഭജിച്ചത്. ഓർത്തുവെക്കുക, മിതവാദി ദേശീയ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം. 60ാമത്തെ ചോദ്യം, ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച സാഹിത്യകാരന്മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ് ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ. ഇവരൊക്കെ എന്താണ്? ദേശീയതയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിച്ച സാഹിത്യകാരന്മാരാണ്. ആരൊക്കെയാ? ബങ്കിം ചന്ദ്ര ചാറ്റർജി, രവീന്ദ്രനാഥ ടാഗോർ, മുഹമ്മദ് ഇക്ബാൽ, ലക്ഷ്മിനാഥ് ബെസ്ബറുവ, അൽതാഫ് ഹുസൈൻ അലി. 61 മിതവാദ ദേശീയതയുടെ കാലഘട്ടം എത്രയാണ്? മിതവാദ ദേശീയതയുടെ കാലഘട്ടം ഏതാ? മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 മുതൽ 1905 വരെ. 1885 മുതൽ 1905 വരെയാണ് ഇന്ത്യയിൽ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കളാണ് ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. മിതവാദ ദേശീയതയുടെ പ്രധാന നേതാക്കന്മാരെ പഠിച്ചു വെക്കുക. ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബദ്രുദ്ദീൻ തിയാബ്ജി, ഫിറോസ് ഷാ മേത്ത. ഇനി ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചതാരാണ്? ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ച വ്യക്തി ആരായിരുന്നു? നമ്മുടെ ദാദാഭായ് നവറോജി, അല്ലെ? ദാദാഭായ് നവറോജിയാണ്. ഇനി ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇത് INCയുടെ ആദ്യ യോഗത്തിലെ ആരുടെ പ്രസംഗമായിരുന്നു? INCയുടെ ആദ്യത്തെ സമ്മേളനത്തിൽ ഒരാൾ പ്രസംഗിച്ചതാണ്. ഇന്ത്യയിലെ ഭരണ സംവിധാനം കുറെ കൂടി പരിഷ്കൃതമാക്കണമെന്നും നമ്മെയും ഭരണത്തിൽ പങ്കാളികളാക്കണമെന്നും നാം ആഗ്രഹിക്കുന്നു. ഇതാരാ പറഞ്ഞത്? ആരായിരുന്നു പറഞ്ഞത്? ഒന്നാമത്തെ, അതായത് ഉമേഷ് ചന്ദ്ര ബാനർജി ആട്ടോ. ഓപ്ഷൻ എ ആണ്, ഉമേഷ് ചന്ദ്ര ബാനർജി ആണ്. ഇനി 65ാമത്തെ ചോദ്യം, INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? INCയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ ഒരു സൗഹൃദ ബോധം വളർത്തുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. അതുപോലെ ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ദേശീയ ബോധം വളർത്തുക. ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ദേശീയ ബോധം വളർത്തുക. അതുപോലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇത് 3ആയിരുന്നു എന്ത്? INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. പഠിച്ചു നോക്കുക. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിൽ സൗഹൃദ ബോധം വളർത്തുക. അതുപോലെ ജാതിമത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിക്കൊണ്ട് ദേശീയ ബോധം വളർത്തുക. ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ എന്ത് ചെയ്യുക? അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇതായിരുന്നു INCയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്.
പറയുന്നത്. ഇനി എന്താണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ? എന്താണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് സംഘടിത സ്വഭാവം കൈവന്നു എന്നത് ഒരു ദേശീയ പ്രസ്ഥാനങ്ങളാണ്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളാണ് എന്ത്? ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ഒരു സംഘടിത പ്രക്ഷോഭം തന്നെയായിരുന്നു ഇത് INCയുടെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പോൾ INCയുടെ രൂപീകരണത്തോടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് ഒരു സംഘടിത സ്വഭാവം കൈവന്നു. അതെന്താണ്? ഒരു ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ഭരണകേന്ദ്രം എവിടെയായിരുന്നു? ബംഗാളാണ് അല്ലെ. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ഭരണകേന്ദ്രം ചോദിച്ചാൽ ഏതാ? ബംഗാളാണ്. ഇനി ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പലതരത്തിൽ ചോർത്തിക്കൊണ്ടേയിരുന്നു. ശമ്പളമായിട്ടും സമ്മാനമായിട്ടും നികുതിയായിട്ടൊക്കെയായിരുന്നു എന്ത് ചെയ്യുന്നത്? നമ്മുടെ സാമ്പത്തിക ചോർച്ച സംഭവിച്ചത്. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ഈ ചോർച്ചയാണ് എന്ന് ദാദാഭായ് നവറോജി സമർത്ഥിച്ചു. ദാദാഭായ് നവറോജിയുടെ പ്രധാന സംഭാവനയാണ് ഡാഷ്. ഇന്ത്യയുടെ സമ്പത്ത് ഇംഗ്ലണ്ടിലേക്ക് പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ കൊണ്ടുപോകുന്നുണ്ട്. ഇതിനെന്ത് ചെയ്തു? ഒരു സാമ്പത്തിക ചോർച്ച എന്ന് പറഞ്ഞു. ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണം എന്താണ്? ഈ ചോർച്ചയാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ദാദാഭായ് നവറോജി പറഞ്ഞിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു സിദ്ധാന്തമാണ് ഇത് ചോർച്ചാ സിദ്ധാന്തം. അപ്പൊ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാന്ന് ചോദിച്ചാൽ ആരാ? ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിൽ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം എന്താണ്? ഇംഗ്ലണ്ടിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള സമ്പത്ത് എന്തിയാണ്? പലതരത്തിൽ ചോർത്തി കൊണ്ടുപോകുന്നതാണ്. അത് ശമ്പളമായിട്ട് പോകുന്നുണ്ട്, സമ്മാനമായിട്ട് പോകുന്നുണ്ട്, നികുതിയായിട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ സമർത്ഥിച്ച ഒരു സിദ്ധാന്തമാണ് ഇത് ചോർച്ചാ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി 70ാമത്തെ ചോദ്യം, 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? 1904 ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആഭ്യന്തര സെക്രട്ടറി ആരായിരുന്നു? റിസ്ലെ ആണ്. ഒന്നാമത്തെ ആളാണ് റിസ്ലെ ആണ്. 71ാമത്തെ ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയി ആരായിരുന്നു? കഴ്സൺ പ്രഭു അല്ലെ. കഴ്സൺ പ്രഭു ആണ്. ഇനി തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിലെ പ്രധാന നേതാക്കൾ ആരൊക്കെയാണ്? നമ്മൾ മിതവാദികളെ പഠിച്ചിട്ടുണ്ട്. ഇനി തീവ്ര ദേശീയവാദികളാണ് ആരൊക്കെ? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായി. ഓർത്തു വെക്കുക, തീവ്ര ദേശീയതയുടെ കാലഘട്ടത്തിൽ പ്രധാന നേതാക്കളാണ് ആരൊക്കെ? ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായി. ഇനി തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവ് ആരാ? 3 പേരെ നമ്മൾ പഠിച്ചു. അതിൽ മുഖ്യ വക്താവ് ആരായിരുന്നു? തിലകനാണ് കേട്ടോ. തിലകനാണ്. ഒന്നാമത്തെ തിലകനാണ്. തീവ്ര ദേശീയതയുടെ മുഖ്യ വക്താവിനെ ചോദിച്ചാൽ ആരാ? അത് ബാലഗംഗാധര തിലകനാണ്. ഇനി ലോകമാന്യ എന്നറിയപ്പെട്ട നേതാവ് നമ്മൾ പറഞ്ഞു, ആരായിരുന്നു? ബാലഗംഗാധര തിലകനാണ്. ഇനി തിലകന്റെ 2 പത്രങ്ങളാണ്, ഒന്ന് മറാത്തിയും 2 കേസരിയും. ബാലഗംഗാധര തിലകന്റെ 2 പ്രധാനപ്പെട്ട പത്രങ്ങൾ പഠിച്ചു വെക്കണം, മറാത്തിയും കേസരിയുമാണ്. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ഏതാണ്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ഏതാ? 1906 അല്ലെ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട വർഷം ഏതാ? 1906 ഏത് രൂപം കൊള്ളുന്നത്? സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. ഇനി സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം നമ്മൾ പറഞ്ഞു, എവിടെയായിരുന്നു? ധാക്കയിലാണ് അല്ലെ. സർവേന്ത്യ മുസ്ലിം ലീഗ് രൂപം കൊണ്ട സ്ഥലം എവിടെയായിരുന്നു? ധാക്കയിലാണ്. ഇനി മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരാണ്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത് ആരായിരുന്നു? നവാബ് സലീമുള്ള ഖാനുണ്ട്, ആഗാ ഖാനുണ്ട്, അതുപോലെ മുഹസിനുൽ ഹക്ക്. ഇവർ 3 പേരും ചേർന്നിട്ട് തന്നെയാണ് ഏത് രൂപീകരിക്കുന്നത്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചത്. ആരൊക്കെയാ? നവാബ് സലീമുള്ള ഖാൻ, ആഗാ ഖാന്, മുഹസിനുൽ മുൽക്ക്. ഇനി 79ാമത്തെ ചോദ്യം, ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ ആരാണ്? ആരായിരുന്നു ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ? ബാലഗംഗാധര തിലകൻ അല്ലെ. ബാലഗംഗാധര തിലകനാണ് ഹോം റൂൾ പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകൻ. ആരാ? ബാലഗംഗാധര തിലകനാണ്. ഇനി തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാൽ എന്താ? തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തത് ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ പ്രസ്താവന, ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം. ഇതിലേതാണ്? അപ്പൊ ഈ 2 പ്രസ്താവന ഉള്ളത്, ഒന്നിത്. ഈ 2 പ്രസ്താവനയിൽ ഏതാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ഏതാ തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്? ഈ 1 മാത്രമാണ് കേട്ടോ. 1 മാത്രം. അതായത് ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ പുതിയൊരു ഘട്ടത്തിലേക്ക് നയിച്ചു. ഈ കാലഘട്ടമാണ് എന്തെന്നറിയപ്പെടുന്നത്? തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി 81ാമത്തെ ചോദ്യം,
തീവ്ര ദേശീയതയുടെ നേതാക്കന്മാർ ആരൊക്കെയാണ്? തീവ്ര ദേശീയതയുടെ നേതാക്കന്മാർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയായിരുന്നു? ലാൽ പാൽ ബാൽ അല്ലെ, ലാൽ പാൽ ബാൽ, അതായത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകനാണ്. ഇനി 82ാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്ന്, സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററുടെ കൃതിയാണ് ഏർലി ട്രാവൽസ് ഇൻ ഇന്ത്യ 1583-1619. രണ്ടാമത്തത്, ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് ശൈശവ വിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം, സതി തുടങ്ങിയവ. 3, സതി, ശൈശവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഈ 3 പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? ഏതൊക്കെയാ? ഇവയെല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓർത്തു വെക്കുക, സതി എന്ന അനാചാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വില്യം ഫോസ്റ്ററിന്റെ കൃതിയാണ് ഏർലി ട്രാവൽസ് ഇൻ 1583-1619. ഇനി ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളാണ് ശൈശവിവാഹം, വിധവാ വിവാഹ നിഷേധം, നരബലി, പെൺശിശുഹത്യ, അടിമത്തം, സതി തുടങ്ങിയവ. സതി, ശൈശവിവാഹം എന്നീ അനാചാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? രാജാറാം മോഹൻ റോയ്. 83ാമത്തെ ചോദ്യം, ശരിയായത് ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് വില്യം ബെന്റിക് പ്രഭു. രണ്ടാമത്തത്, ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. 3, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഓപ്ഷൻ ഡി, ഓൾ ദി എബോ, എല്ലാം ശരിയാണ്. ഏതാ? ഓൾ ദി എബോ ആണ്. എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. സതി നിരോധിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആര് തന്നെയാ? വില്യം ബെന്റിക് ആണ്. ബ്രഹ്മസമാജം എന്ന സംഘടനയുടെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാ? രാജാറാം മോഹൻ റോയ് ആണ്. ഇവിടെ വേറൊരു കാര്യം കൂടെ ഓർത്തു നോക്കുക. ഈ വില്യം ബെന്റിക് പ്രഭുവിനെ സതി നിരോധിക്കാൻ പ്രേരിതമായത് ആരാന്ന് വെച്ചാൽ നമ്മുടെ രാജാറാം മോഹൻ റോയ് കേട്ടോ. ഈ ഇദ്ദേഹത്തിന്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വില്യം ബെന്റിക് പ്രഭു സതി നിരോധിക്കുന്നത്. ഇനി 84ാമത്തെ ചോദ്യം, ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. ശരിയായ പ്രസ്താവന ഒന്ന്, ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടമെന്ന് അഭിപ്രായപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. 2, ജാതി വ്യവസ്ഥയും വിഗ്രഹാരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. 3ാമത്തത്, ആര്യ സമാജം എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ദയാനന്ദ സരസ്വതി. ഇതൊക്കെ എന്ത് തന്നെയാണ്? എല്ലാം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. പഠിച്ചു വെക്കണേ. ഇനി 85ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ശരിയായ പ്രസ്താവന കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. 1, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ദയാനന്ദ സരസ്വതി. 2, വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കും ജാതി വ്യവസ്ഥയെ എതിർക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് ജ്യോതിറാവു ഫുലെ. 3ാമത്തത്, 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ജ്യോതിറാവു ഫുലെ. ഇതൊക്കെ എന്ത് തന്നെയാണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി അവസാനത്തെ ചോദ്യമാണ്, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉണർവിന്റെ ഫലമായി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് 1, മദ്രാസ് അസോസിയേഷൻ, പൂനെ സാർവജനിക സഭ, ഇന്ത്യൻ അസോസിയേഷൻ. ഇവയ്ക്ക് എന്ത് തന്നെയാണ്? ഇതിൽ തെറ്റായ പ്രസ്താവനയൊന്നുമില്ല. 3 എന്താണ്? ശരിയാണ്. ഇന്ത്യക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഉണർവിന്റെ ഫലമായിട്ട് പല ഭാഗങ്ങളിൽ രൂപം കൊണ്ട പ്രാദേശിക സംഘടനകളാണ് ഏതൊക്കെ? മദ്രാസ് നേറ്റീവ് അസോസിയേഷനും പൂനെ സാർവജനിക സഭയും അതുപോലെ ഇന്ത്യൻ അസോസിയേഷനുമാണ്.